പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ രാത്രിയിൽ വിരിയുന്ന ഒരു പൂവായിട്ടാണ് ആമ്പലിനെ കണക്കാക്കിയിരുന്നത്. രാത്രിയിൽ വിരിയുന്ന നല്ല കടും പിങ്ക് നിറമുള്ള ആമ്പൽ ഉച്ചയ്ക്ക് മുന്നേ അവ വാടുമായിരുന്നു. അതുപോലെ തന്നെ സാധാരണ കാണപ്പെടുന്ന നീലയും വെള്ളയും നിറമുള്ള ആമ്പൽ, ഇവയായിരുന്നു നമുക്ക് പരിചയമുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ധാരാളം ഹൈബ്രിഡ് ആമ്പലുകൾ നമ്മുടെ നാട്ടിലെത്തി. അതോടൊപ്പം തന്നെ വീട്ടുമുറ്റത്തെ ഒരു അലങ്കാര ചെടിയായി ആമ്പൽ മാറിക്കഴിഞ്ഞു. ആമ്പലിൽ ട്രോപ്പിക്കൽ ഹാർഡി ഇനങ്ങളുണ്ട്. ഇതിൽ ഹാർഡി ഇനങ്ങൾ വളരെ ആകർഷകമായ പൂക്കൾ തരുമെങ്കിലും നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അധികം അനുയോജ്യമല്ല. ഇവയിൽ പൂക്കളുടെ എണ്ണവും വളരെ കുറവായിരിക്കും. എന്നാൽ ട്രോപ്പിക്കൽ ഇനങ്ങൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. കൂടുതൽ പൂക്കൾ ലഭിക്കുന്ന ഇവയാണ് കേരളത്തിൽ വളർത്തി വരുന്നത്. ആമ്പൽ നടാനായി കൂടുതലായി പ്ലാസ്റ്റിക് ടബുകളോ സിമൻറ്റ് ടാങ്കുകളോ ആണ് ഉപയോഗിച്ചു വരുന്നത്. ആമ്പൽ നടാനുള്ള ടബിൻ്റെ അടിയിലായി നന്നായി ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകമോ ആട്ടിൻ കാഷ്ടമോ 1 കിലോ ഇടണം. ഇതിനു മുകളിലേക്ക് 2 പിടി എല്ലുപൊടി ഇടണം. ഇതിനു മുകളിലേക്ക് നമുക്ക് പറമ്പിലെ മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണ് എടുക്കുമ്പോൾ കല്ലുകളും കട്ടകളും ഇല്ലാത്ത മണ്ണ് വേണം ഉപയോഗിക്കാനായി. ടബിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം മണ്ണ് ഇട്ട് കൊടുക്കാം. ആമ്പൽ നടാനായി സാധാരണ ട്യൂബറിൽ നിന്നുള്ള തൈകളോ ഇലകളിൽ നിന്നുള്ള തൈകളോ ആണ് ഉപയോഗിക്കുന്നത്. ഇത്തരം തൈകൾ ടബിൻ്റെ നടുവിലായാണ് നടേണ്ടത്. തൈകൾ നട്ട് ഏകദേശം 1.5 മാസം സമയം കൊണ്ട് തന്നെ പൂക്കൾ ലഭിച്ചു തുടങ്ങും. താമരയെ അപേക്ഷിച്ച് വെയിലിൻ്റെ ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിലും ആമ്പൽ വളർത്താം. ആമ്പലിൽ രാവിലെ വിരിയുന്ന പൂക്കൾ വൈകുന്നേരത്തോടെ അടയുകയും തുടർച്ചയായി 4 ദിവസത്തോളം ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ആമ്പലിൽ വളം നൽകുന്നതിനായി 19-19-19 എന്ന രാസവളമോ ഡയമോണിയം ഫോസ്ഫേറ്റ് എന്ന രാസവളമോ ഒരു പേപ്പറിൽ 2 തൊട്ട് 3 ഗ്രാം എടുത്ത് ആമ്പലിൻ്റെ ടബിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ആമ്പലിനുള്ള ഫെർട്ടിലൈസർ ടാബ്ലറ്റുകളും വിപണിയിൽ ലഭ്യമാണ്. ആമ്പലിൻ്റെ ടബുകളിൽ കൊതുക് ശല്യം ഒഴിവാക്കുന്നതിനായി ഗപ്പിയെ ഇട്ട് കൊടുക്കാവുന്നതാണ്. തുടക്കത്തിൽ അസോള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പായലുണ്ടാകുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാനാവും. അസോള അമിതമായി ആമ്പൽ ടബുകളിൽ വളരാതിരിക്കാനായി ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്കും യുവാക്കൾക്കും വരുമാന മാർഗമായും ഹോബിയായും ചെയ്യാവുന്നതാണ് ആമ്പൽ വളർത്തൽ. ആമ്പലിൻ്റെ പൂവിട്ട തൈകൾ തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ലഭ്യമാണ്.